അനാലിസിസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൊഡ്യൂൾ ഫസ്റ്റ് ഡേറ്റ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ ഫസ്റ്റിനകത്ത് ഡേറ്റ എന്താ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ എന്താ, സോഴ്സസ് ഓഫ് ഡേറ്റ എന്താ, ഇതൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡേറ്റ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. പേജ് നമ്പർ 9 തുടങ്ങിയാണ് മൊഡ്യൂൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ ഇസ് ദ ഫ്ലൂറൽ ഫോം ഓഫ് ഡേറ്റം വിച്ച് മീൻസ് എ സിംഗിൾ ഫാക്ട്. അപ്പം ഡേറ്റത്തിൻ്റെ ഫ്ലൂറൽ ഫോമാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റത്തിൻ്റെ മീനിങ് സിംഗിൾ ഫാക്ട് എന്നാണ്. അപ്പം ഡേറ്റ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഫാക്ട്സ് എന്ന് പറയും. ഡേറ്റ ആർ കളക്ഷൻ ഓഫ് ഫാക്ട്സ്. ദി ചാമ്പേഴ്സ് ഡിക്ഷണറി ഡിഫൈൻസ് ഇറ്റ് ദി facts given from which others may be interpreted. Collection of sales orders, timesheets, etc. are എക്സാമ്പിൾസ് ഓഫ് ഡേറ്റ. അപ്പം ഡേറ്റയുടെ എക്സാമ്പിൾസ് ആണ് കളക്ഷൻ ഓഫ് സെയിൽസ് ഓർഡറും ടൈം ഷീറ്റും ഒക്കെ. ഡേറ്റ ആർ സിംപ്ലി ഫാക്ട്സ് ഓർ ഫിഗേഴ്സ്, ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ബട്ട് നോട്ട് ഇൻഫർമേഷൻ ഇറ്റ്സെൽഫ്. അപ്പം ഡേറ്റ എന്ന് പറയുമ്പോൾ കുറച്ച് ഫാക്ട് അല്ലെങ്കിൽ ഫിഗേഴ്സിനെയൊക്കെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനെ നമുക്ക് ഡേറ്റ എന്ന് വിളിക്കാം. പക്ഷേ ഇൻഫർമേഷൻ പൂർണ്ണമായി ഇൻഫർമേഷൻ ആകുന്നില്ല. നമ്മൾ ഡേറ്റ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് അതിനെ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നത്. വെൻ ഡേറ്റ ആർ പ്രോസസ്ഡ്, ഇൻ്റർപ്രിറ്റഡ്, ഓർഗനൈസ്ഡ്, സ്ട്രക്ചേർഡ് ഓർ പ്രസൻറ്റഡ് സോ ആസ് ടു മേക്ക് മീനിങ് ഫുൾ ഓർ യൂസ്ഫുൾ, ദേ ആർ കോൾഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത്, ഇൻ്റർപ്രറ്റ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, സ്ട്രക്ചേർഡ്ലി പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു മീനിങ് ഫുൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നത്. അപ്പം ഡേറ്റ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആണ്, അല്ലെങ്കിൽ തന്നെ എന്താ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനെയാണ്. അപ്പോൾ ഇതിനെ പ്രോസസ്സൊക്കെ ചെയ്താൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറത്തുള്ളൂ. നെക്സ്റ്റ്, ഡേറ്റ ഈസ് ഇൻ റോ ഫോം ആൻഡ് ഈസ് നോട്ട് യൂസബിൾ ആസ് സച്ച്. ഇപ്പം ഡേറ്റ എന്ന് പറയുന്നത് ഒരു റോ ഫോമാണ്, അത് യൂസബിൾ അല്ല. പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ ഈസ് റിക്വയർഡ് ടു കൺവേർട്ട് ദെം ഇൻ ടു യൂസ്ഫുൾ ഇൻഫർമേഷൻ. അപ്പോൾ ഇങ്ങനെ റോ ഫോമായിട്ടുള്ള ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രോസസ്സിംഗ് ഈസ് എ സീരീസ് ഓഫ് ആക്ഷൻസ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് കൺവേർട്ട് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കുറേ സീരീസ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കൂടെ പെർഫോം ചെയ്യുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്സിനെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ സച്ച് ആസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ക്ലാസിഫയിങ്, സോർട്ടിങ് ഈസ് കോൾഡ് ഡേറ്റ പ്രോസസ്സിങ്. ഇപ്പം നമ്മുടെ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണെന്ന് പറയാം. The history of temperature readings all over the world for past 100 years is data. If this data is organized and analyzed to find that global temperature is rising, then that is information. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഹിസ്റ്ററി, 100 വർഷത്തെ ടെമ്പറേച്ചറിൻ്റെ ഹിസ്റ്ററി റീഡിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഡേറ്റയാണ്. പക്ഷേ നമ്മൾ ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുവാണോ എന്നറിയാൻ വേണ്ടി അതിനെ ഓർഗനൈസ് ചെയ്ത് അനാലിസിസ് ചെയ്താൽ അങ്ങനെ ഒരു ഡേറ്റ നമുക്ക്, അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊരു ഇൻഫർമേഷനാണ്. അപ്പം 100 വർഷമുള്ള ടെമ്പറേച്ചർ റീഡിങ്സ് എന്ന് പറയുന്ന ഡേറ്റയാണ്. അതിനെ ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസിങ് കണ്ടുപിടിക്കുമ്പോൾ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 10 ആണ് പഠിക്കാനുള്ളത്. ഫോംസ് ഓഫ് ഡേറ്റ. ഡേറ്റയുടെ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡേറ്റ മേ ബി ഇൻ ദ ഫോളോവിങ് ഫോംസ്. ഫസ്റ്റ് വൺ, ട്രഡീഷണൽ ഡേറ്റ. ഇറ്റ് ഈസ് റെക്കോർഡഡ് ബേസ്ഡ് ആൽഫാന്യൂമറിക് data handled by file management and database management system. It can be sorted in discrete records and retrieved. അപ്പം ട്രഡീഷണൽ ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ റെക്കോർഡ് ബേസ്ഡ് ആയിട്ടുള്ള ആൽഫാന്യൂമറിക് ഡേറ്റയാണ് നമ്മൾ ട്രഡീഷണൽ ഡേറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ബുക്കൊക്കെ കീപ്പ് ചെയ്ത് ഒരു
ഇൻഫർമേഷനൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് റെക്കോർഡ്സിനകത്തായിരിക്കും. അതിനെയൊക്കെ നമ്മൾ ട്രഡീഷണൽ ഡാറ്റ എന്നാണ് പറയുന്നത്. അതായത് ആൽഫ ന്യൂമറിക് ഡാറ്റ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫോംസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ഈസ് ഇൻഫർമേഷൻ ഡിസ്പ്ലേഡ് ഇൻ ദ ഫോം ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പം ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ ഫോമിൽ ടെക്സ്റ്റിന് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അറിയാമല്ലോ അല്ലേ, ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ ക്യാരക്ടേഴ്സാണ് അല്ലേ. It is not generally handled well by DBMS because it does not subdivide naturally into discrete fields and records. The words and discrete but important element in text is meaning of words and concept being presented. അപ്പം ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലാത്തൊരു ഡാറ്റയാണ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റിനകത്തെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ വേർഡ്സും അല്ലേ, വേർഡ്സ് ഒക്കെ കൂടിയതാണ് ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രാഫിക്സ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലൈൻ ഡ്രോയിങ്സ്, ചാർട്ട്സ്, സിഗ്നേച്ചേഴ്സ്, ലോഗോസ്, മാപ്സ് ആൻഡ് സോ ഓൺ. ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ബിറ്റ് മാപ്ഡ് ഫോം. ഇപ്പം ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈൻ ഡ്രോയിങ്സ്, ചാർട്ട്സ്, സിഗ്നേച്ചേഴ്സ്, ലോഗോസ്, മാപ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ ഗ്രാഫിക് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു ബിറ്റ് മാപ്ഡ് ഫോമിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് ഫോംസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഇമേജ് ആണ്. എനി ഒബ്ജക്റ്റ് ദാറ്റ് ഹാൻ ബി സ്കാൻഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ ഗീവ്സ് ആൻ ഇമേജ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ കമ്പ്യൂട്ടർ വെച്ച് സ്കാൻ ചെയ്ത് വരികയാണെങ്കിൽ അതൊരു ഇമേജ് ആവും. നെക്സ്റ്റ് ഫോം ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് വീഡിയോ ആണ്. ഇമേജ് ഇൻ മോഷൻ, ചലിക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സൗണ്ട് ആണ്. It is another form of data. Like video, it is not static but contains time as one of its components. Sound requires some storage spaces than text. A word that can be stored in 4 bytes in character form may require 1000 bytes when stored in spoken form. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റ അല്ല, വീഡിയോ അപേക്ഷിച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റ അല്ല, അത് വേറൊരു ഫോമിലുള്ളൊരു ഡാറ്റയാണ്. നമ്മളുടെ ടെക്സ്റ്റിനെക്കാട്ടിലും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് റിക്വയർഡ് ചെയ്തിട്ടുണ്ട് ഈ സൗണ്ടിന്. അതുപോലെ തന്നെ നമ്മൾ ക്യാരക്ടേഴ്സിനെ സ്പോക്കൺ ഫോമിൽ സ്റ്റോർ ചെയ്തേക്കുന്നതാണ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഫോംസ് ഓഫ് ഡാറ്റ, അതായത് 6 തരത്തിലുള്ള ഫോംസ് ഓഫ് ഡാറ്റ ഉണ്ട്. ട്രഡീഷണൽ ഡാറ്റ, ടെക്സ്റ്റ്, ഗ്രാഫിക്, ഇമേജസ്, വീഡിയോ, സൗണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഡാറ്റ ആണ്. ഇപ്പം ഫോംസ് അല്ല, ഇനി എവിടെ നിന്നൊക്കെയാണ് ഡാറ്റ കിട്ടുന്നതെന്നാണ് ഇനി പഠിക്കാനുള്ളത്. ബ്രോഡ്ലി സ്പീക്കിംഗ് ദർ ആർ 2 sources of data, internal and external. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് 2 സോഴ്സ് ആണ്. ഒന്ന് ഇന്റേണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന ഡാറ്റയും. ഇന്റേണൽ സോഴ്സ് റെഫേഴ്സ് ടു ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം വിതിൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജനറേറ്റ് ലാർജ് വോളിയൂം ഓഫ് ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനൊക്കെ വരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിന് ഇന്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ എന്നാണ് പറയുന്നത്. ദിസ് ഇൻഫർമേഷൻ ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, സെയിൽസ്, പർച്ചേസ്, പ്രോഫിറ്റ്, വേജസ്, സാലറീസ് എക്സെട്ര. അപ്പോൾ ഈ ഇൻഫർമേഷനെ ബേസ് ചെയ്താണ് അവരുടെ പ്രൊഡക്ഷനും സെയിൽസും പർച്ചേസും പ്രോഫിറ്റും വേജസ് സാലറിയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നത്. This internal data are compiled in basic records of the institution. Compilation of internal data ensures smooth management and fit policy formulation of the organization. അപ്പോൾ ഈ ഇൻഫർമേഷനെ നമ്മൾ ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഇന്റേണൽ ഡാറ്റയെ നമ്മൾ കമ്പൈൽ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഈ കമ്പൈൽ ചെയ്ത ഇന്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ സ്മൂത്ത് മാനേജ്മെൻറ്റിനും
കിറ്റ് പോളിസി ഫോർമുലേഷനും ഓരോ ഓർഗനൈസേഷനിലെ കിറ്റ് പോളിസി ഫോർമുലേഷനൊക്കെ സഹായകരമാണ്. അപ്പോൾ നമ്മുടെ സോഴ്സസ് ഓഫ് ഇൻറ്റേർണൽ ഡാറ്റയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് നമ്പർ 11 സോഴ്സസ് ഓഫ് ഇൻറ്റേർണൽ ഡാറ്റ പറഞ്ഞിട്ടുണ്ട്. There are 4 different areas from which a company can gather internal data from sales, finance, marketing and human resources. അപ്പോൾ നമുക്ക് 4 തരത്തിലുള്ള ഡാറ്റയെ 4 തരത്തിൽ നമുക്ക് ഇൻറ്റേർണൽ ഡാറ്റ കളക്ട് ചെയ്യാം. ഒന്ന് സെയിൽസിൽ നിന്ന്, രണ്ടാമത്തെ ഫിനാൻസിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന്, ഹ്യൂമൻ റിസോഴ്സസിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇൻറ്റേർണൽ ഡാറ്റയുടെ സോഴ്സസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെയിൽസ് അല്ലേ. Internal data is gathered from the sales department to determine revenue, profit and bottom line. അപ്പം നമ്മുടെ ഇൻറ്റേർണൽ ഡാറ്റ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുമ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ഒരു കമ്പനിയുടെ റവന്യൂ, പ്രോഫിറ്റും ബോട്ടം ലൈനൊക്കെ തീരുമാനിക്കുന്നത്. Understanding these numbers gives a business opportunity to maximum them. It also provides reasoning to place more focus on particular areas or cut out them together. അപ്പോൾ നമ്മൾ സെയിൽസിലൂടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്ലേസിനെ തന്നെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഏരിയാസിനെ കട്ട് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് സെയിൽസ് അല്ലെങ്കിൽ ലാഭം വരുത്തുകയാണ് ചെയ്യുന്നത്. The numbers can be broken down furtherly by analyzing each distribution channel, price point, geographical area, customer type and sales person. അപ്പോൾ നമ്മൾ സെയിൽസിൽ നിന്ന് കിട്ടുന്ന ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുമ്പം നമ്മൾ ഓരോരോ നമ്പറുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ ബേസിൽ, അതുപോലെ തന്നെ പ്രൈസ് പോയിൻറ്റിൻ്റെ ബേസിൽ, ജിയോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിൽ, കസ്റ്റമർ ടൈപ്പ്, അതുപോലെ തന്നെ സെയിൽസ് പേഴ്സൻ്റെ ബേസിസിലൊക്കെ ആയിരിക്കും നമ്മൾ സെയിൽസിൽ നിന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. For example, a soap company is giving extensive advertisement for its new soap in states of Kerala and Karnataka. As the company breaks down the sales figures by geographical area, it is found that this campaign is highly successful in Kerala, yet failing in Karnataka. This internal data tells the company to continue this campaign where it is successful and make some other efforts to improve sales in the state of Karnataka. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഒരു സോപ്പ് കമ്പനി അവരുടെ സോപ്പ് വിറ്റുപോകാൻ വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക കേരളത്തിലും കർണാടകത്തിലും. അപ്പം നമ്മുടെ കമ്പനി കുറേ സെയിൽസ് ഫിഗേഴ്സ് വെച്ചിട്ട്, അത് സെയിൽസ് ഫിഗേഴ്സ് എന്ന് പറയുമ്പം ജോഗ്രഫിക്കൽ ഏരിയ വെച്ചിട്ട് നമ്മുടെ കേരളത്തിലേക്ക് സെയിൽസ് നടത്തി കഴിഞ്ഞപ്പം ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കേരളത്തിലെ കമ്പെയിൻ എന്ന് പറയുന്നത് സക്സസ്ഫുള്ളായി, ഇഷ്ടംപോലെ സെയിൽസ് കിട്ടാൻ തുടങ്ങി. പക്ഷെ കർണാടകയിൽ ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഫലപ്രദമായില്ല. അപ്പോൾ നമ്മുടെ കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഉള്ള ഡേറ്റയെ സക്സസ്ഫുൾ ആയി കിട്ടിയിട്ടുണ്ട്, അതിന് പ്രത്യേകിച്ചൊന്നും നടത്തുന്നില്ല. പക്ഷെ കർണാടകയിൽ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് അവരുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ഡേറ്റ, അതായത് സെയിൽസ് എന്ന് പറയുന്ന ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ഡേറ്റയുടെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി സപ്ലൈ ഇൻറ്റേർണൽ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഫ്ലോ റിപ്പോർട്ട്സ്, പ്രൊഡക്ഷൻ റിപ്പോർട്ട്സ് ആൻഡ് ബഡ്ജറ്റ് വേരിയൻസ് അനാലിസിസ്. അപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡേറ്റ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ ഇൻറ്റേർണൽ ഡേറ്റയുടെ ഫോം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ റിപ്പോർട്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ റിപ്പോർട്ട്, അല്ലെങ്കിൽ ബഡ്ജറ്റ് വേരിയൻസ് അനാലിസിസ്, ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഡേറ്റ എന്ന് പറയുന്നത്. എ ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ഷോ സം എമൗണ്ട് ഓഫ് ക്യാഷ് ജനറേറ്റഡ് ആൻഡ് യൂസ്ഡ് വിത്തിൻ എ സർട്ടൻ പീരീഡ്. അപ്പം ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു സർട്ടൻ പീരീഡിനകത്ത് എമൗണ്ട് ഓഫ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതിനുള്ള